മഞ്ഞക്കുറ്റികളെല്ലാം പിഴുതെറിഞ്ഞു തുടങ്ങി. നമ്മൾ കണ്ടതാണ് ഒരു മഞ്ഞക്കുറ്റിയുടെ പേരിൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. മഞ്ഞക്കുറ്റികൾ പോകുന്നതിന്റെ പുറകെ ചില കാക്കിക്കുറ്റികളും കൂടെ മാറിപ്പോകുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കാക്കിക്കുറ്റികളെയൊക്കെ എങ്ങോട്ടാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്? അതായത് യൂണിഫോം ഇല്ലാതെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിയിരുന്ന ഇടത് സംഘടനയിലെ പ്രധാന ഏമാന്മാരെയാണ് ലോ ആൻഡ് ഓർഡറിലേക്ക് അതും മെയിൻ പോസ്റ്റ് നൽകി മാറ്റിയിരിക്കുന്നത്. അതും നമ്മുടെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ തന്നെ, മുഖ്യമന്ത്രിയുടെ നോട്ടത്തിൽ കീഴിൽ ഇവരെ ഇരുത്തിയിരിക്കണം. അത് യൂണിഫോം. ഇനി മുഖ്യമന്ത്രി വരുമ്പോൾ ഇവർ എടുത്തടിച്ച് സല്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ പ്രസിഡന്റാണ് മ്യൂസിയം സ്റ്റേഷനിലേക്കുള്ള ഒരു SHO ആയിട്ട് മാറ്റം കിട്ടിയിരിക്കുന്നത്. കൂടാതെ സെക്രട്ടറിക്ക് കൊച്ചി സിറ്റി പോലീസിലേക്കും. അപ്പോൾ ഇവർ സ്പെഷ്യൽ ബ്രാഞ്ചിലാവത് ഒരു പാർട്ടി സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ അസോസിയേഷന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കും അതിൽ അതൃപ്തി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ആദ്യത്തെ നിവേദനം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന ഇതുപോലുള്ള താപ്പാനകളെ തളയ്ക്കണമെന്നുള്ള ഒരു അപേക്ഷയായിരുന്നു. അതായത് പോലീസിനുള്ളിലെ ചില താപ്പാനകൾ അവര് ഈ സംഘടനകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം പണിയെടുക്കുന്ന രീതിയിലേക്ക് മാറുന്നു. അവർക്ക് വേണ്ടി പാർട്ടി വലിയ രീതിയിൽ അവർക്ക് ഫേവറബിൾ ആയിട്ട് നിൽക്കുന്നു. അതായത് പണിയെടുക്കാതെ എങ്ങനെ ശമ്പളം വാങ്ങിക്കാം എന്നുള്ളൊരു തസ്തികൾ, അതായത് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് അപ്പുറത്തേക്ക് പുറത്തു പോകുന്ന റൗണ്ട്സ് ചുറ്റി വരുന്ന പോലീസുകാർ, അപ്പോൾ അവർക്ക് നേരെ വണ്ടിയിൽ മാത്രം ഇരുന്നാൽ മതി, ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ഓഫീസിൽ വരാം. പക്ഷേ യൂണിഫോം മാൻഡേറ്ററി അല്ല, യൂണിഫോമും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഓടി നടന്നാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയുള്ള പോലീസുകാരെ എല്ലാം തളച്ചിടാനും അവരെ സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് ഇട്ട് പണിയെടുപ്പിക്കാൻ കൃത്യമായിട്ട്, അതായത് സ്റ്റേഷൻ ഡ്യൂട്ടിയാണ് ഏറ്റവും വലിയ പണി. അതായത് സ്റ്റേഷനിൽ നിന്ന് ഓരോ പ്രശ്നങ്ങളും കൈകാര്യങ്ങൾ ചെയ്ത് എല്ലാവരും പ്രശ്നങ്ങളുമായിട്ട് സ്റ്റേഷനിലേക്കാണ്. ഒരു പ്രദേശത്തെ ക്രമസമാധാന പരിപാലനത്തിന്റെ ചുമതല ഒരു നേതാക്കൾക്ക് വരുമ്പോൾ അവർ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് നമുക്ക് ഇത്രയും നാൾ അവർക്ക് അത്രയും വലിയ ടെൻഷൻ ഒന്നും അനുഭവിക്കേണ്ടി വരുന്നില്ലായിരുന്നു. അതായത് പുറത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേരെ പുറത്ത് പോവുക, എപ്പോഴും റൗണ്ട് ചുറ്റി ഇങ്ങനെ നടന്നാൽ മാത്രം മതിയായിരുന്നു. അല്ല, ഇവരുടെ ചുമതല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഒരു ഇന്റലിജൻസ് കളക്ഷൻ ഗ്യാതറിംഗ് കാര്യങ്ങളും എല്ലാം ആയിരുന്നു. അതുള്ള അല്ലെങ്കിൽ വാറന്റ് ഇഷ്യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെല്ലാമായിരുന്നു ഈ സ്പെഷ്യൽ ബ്രാഞ്ചിലുള്ളപ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ ലോ ആൻഡ് ഓർഡറിലേക്ക് മാറുമ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള പുതിയ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള സുരക്ഷ ഒരുക്കുക. സ്പെഷ്യൽ ബ്രാഞ്ച് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ പോലീസ് സേനയിലും അഴിച്ചുപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്രയും കാലം CPM വേണ്ടി പണിയെടുത്തപ്പോൾ CPM കൊടുത്തിട്ടുള്ള ചില പ്രിവിലേജുകളുണ്ട് ചില പോലീസുകാർക്ക്. അതായത് അവർക്ക് പണിയൊന്നും എടുക്കണ്ട, ഈ അല്ലാത്ത, അതായത് കോൺഗ്രസ് അനുകൂല സംഘടനകൾ നിൽക്കുന്ന ആളുകളെ കൊണ്ട് മാക്സിമം പട്ടിപ്പണി എടുപ്പിച്ച് അവരെ അങ്ങ് പിഴിഞ്ഞെടുക്കുക എന്നുള്ള രീതിയിലേക്ക് അവർക്ക്, അല്ലെങ്കിൽ മാക്സിമം ഡ്യൂട്ടികൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുക, മറ്റവർക്ക് ഫേവറബിൾ ആയിട്ട് നിൽക്കുക. ഈ രീതി മാറ്റിക്കൊണ്ട് പോലീസിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ കാലത്ത് ചില പോലീസുകാരോട് ചോദിക്കുമ്പോൾ ഇവരനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളുണ്ട്, ടെൻഷനുണ്ട്, പിരിമുറുക്കങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ സംഘടനകൾ ഇതിനെ ഭരിക്കുന്നുണ്ടാണ്. അത് ഇടതുപക്ഷ സംഘടനകൾ, എല്ലാത്തിലും സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പോലീസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട, ജനങ്ങളുടെ ആത്മാഭിമാനവും അവരുടെ അന്തസ്സും കാത്തു സൂക്ഷിക്കേണ്ട ഒരു സംവിധാനമാണെന്ന് കേരളത്തിലെ പോലീസ് മറന്നുപോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ് എത്ര പ്രശ്നങ്ങളാണ് റോഡിലൂടെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന, എത്ര സമരങ്ങളിൽ സാധാരണപ്പെട്ട മനുഷ്യർ, അതായത് പാർട്ടി സംഘടന നടത്തുന്ന സമരങ്ങളാണെങ്കിലും ഓക്കെ ശരി, നമുക്ക് സമ്മതിക്കാം. പക്ഷേ സാധാരണപ്പെട്ട അമ്മമാർ നടത്തുന്ന സമരങ്ങളുണ്ടോ, ഈ ആശാ വർക്കർമാർ, അതേപോലെ തന്നെ ഒരു ഗ്രാമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കമ്പനി വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സിൽവർ ലൈൻ സമരത്തിന് നമ്മൾ കണ്ടതാണ്. ഒരു മഞ്ഞക്കുറ്റി തന്റെ വീട്ടിലൂടെ, തന്റെ വീടിന്റെ അടുക്കളയിൽ ഒരു മഞ്ഞക്കുറ്റി സ്ഥാപിക്കുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്ന ഒരു വിഷമം ആലോചിച്ച് നോക്കുക. എത്ര വർഷമായിട്ട് അവർ താമസിക്കുന്ന വീടാണ്. ആ വീടിന്റെ തന്റെ സ്വന്തം അടുക്കളയിൽ ഒരു മഞ്ഞക്കുറ്റി, അല്ലെങ്കിൽ തന്റെ കിടപ്പുമുറിയിൽ ഒരു മഞ്ഞക്കുറ്റി അടിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വശങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അപ്പോ അവിടേക്ക് എന്റെ പറമ്പിൽ കയറരുത്, എന്റെ വീട് തല്ലിപ്പൊളിക്കരുത് എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന സാധാരണപ്പെട്ട മനുഷ്യരെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നതും അടിച്ചോടിക്കുന്നതും നമ്മൾ കണ്ടതാണ്. സാധാരണപ്പെട്ട മനുഷ്യരെ അങ്ങനെ വീട്ടമ്മമാരുടെ, ഒരു വീട്ടമ്മയുടെ കാലിന് താഴെ, മുട്ടിന് താഴെ വരെ ഒരു വണ്ണമുള്ള ലാത്തി വെച്ച് അടിച്ച പാട് അവർ പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി. നട്ടാശ്ശേരിയിലായിരുന്നു സംഭവം. അത് മാത്രമല്ല, ഇതുപോലെ മറ്റൊരു വീട്ടമ്മയെ 2 കൈയിലും കാലിലും തൂക്കിയെടുത്തോണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോവുകയാണ്.
എന്തിനാണ് സ്വന്തം പുരയിടത്തില് കിടക്കാൻ പറ്റില്ല എന്ന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ വീട്ടമ്മയാണ് ഇവർ എല്ലാം പ്രയോഗിച്ച് നീക്കിയത്. യഥാർത്ഥത്തിൽ UDF അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണ് മഞ്ഞ കുറ്റി തെറിപ്പിക്കുക എന്നുള്ളത്. അതായത് സിൽവർ ലൈൻ പദ്ധതി. കേരളത്തിന്റെ അവസ്ഥ യഥാർത്ഥത്തിൽ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ്. വലിയൊരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ആ ദുരന്തത്തിൽ ഒലിച്ചു പോകുന്ന നാടായിട്ട് കേരളം മാറിയിട്ട് കുറെ നാളുകളായി. അതിന് CPM ഒരുപാട് കൈയുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അതായത് മാൻമെയ്ഡ് ആണ് ആദ്യം പ്രളയം കണ്ടതാണ്. അപ്പോ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും നമ്മൾ കണ്ടതാണ്. ഇതിനെല്ലാം അതിജീവിച്ച് വന്നതാണ്. അപ്പോൾ കേരളത്തെ രണ്ടായിട്ട് വെട്ടിമുറിക്കാൻ വേണ്ടിയിട്ട് സിൽവർ ലൈൻ എന്ന് പറയുന്ന പുതിയൊരു പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ് അന്നത്തെ പിണറായി വിജയൻ സർക്കാർ. അതിനു വേണ്ടിയിട്ട് സാധാരണപ്പെട്ട മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ അളവ് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അവരോട് പെരുമാറിയത് എങ്ങനെയാണ് എന്ന് കണ്ടതാണ്. അതിന്റെ പേരിൽ ആത്മഹത്യക്ക് തുനിഞ്ഞ മനുഷ്യരെ നമ്മൾ കണ്ടതാണ്. ഇത്രയും വർഷമായി ആ മഞ്ഞക്കുറ്റി നാട്ടിയിട്ട് ഇത്ര വർഷമായി ആ വീടോ വസ്തുവോ വിൽക്കാൻ പോലും കഴിയാതെ, ഒരു ബാങ്കിൽ പോലും ഒന്ന് കൊണ്ടുവന്ന് പണയം വെക്കാൻ പോലും കഴിയാതെ ജീവിക്കുന്ന മനുഷ്യർ ആത്മഹത്യയുടെ വക്കിൽ, അല്ലെങ്കിൽ തന്റെ മകളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടൊന്ന് പണയം വെക്കാൻ, അല്ലെങ്കിൽ തനിക്ക് ആശുപത്രി ചെലവിന് വേണ്ടിയിട്ടൊന്ന് പണയം വെക്കാൻ ഇതൊന്നും കഴിയാത്ത അവസ്ഥ നമ്മൾ കണ്ടതാണ്. കരുവന്നൂർ പോലെയുള്ള ബാങ്കുകളിൽ സാധാരണപ്പെട്ട മനുഷ്യർ നിക്ഷേപിച്ച പണമെടുക്കാൻ കഴിയാതെ CPMകാരുടെ തിണ്ണനിറങ്ങേണ്ട അവസ്ഥ, അവരുടെ വീട്ടിൽ പോയി അവരുടെ കാലിൽ പിടിച്ച് കെഞ്ചി കരയേണ്ട അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഞാൻ നിക്ഷേപിച്ച തുക തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് സാധാരണപ്പെട്ട മനുഷ്യർ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ജനങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് 35 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് CPMനെ ഒതുക്കിയത്. UDFനെ 102 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിൽ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായതുകൊണ്ടാണ്. ഈ സർക്കാർ നീതിപൂർവം സാധാരണപ്പെട്ട മനുഷ്യരോടൊപ്പം നിൽക്കുമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം ആദ്യം തന്നെ ഈ മഞ്ഞക്കുറ്റികളെയും ഈ കാക്കിക്കുറ്റികളെയും എടുത്ത് ദൂരെ എറിയാനുള്ള, അല്ലെങ്കിൽ ഈ കാക്കിക്കുറ്റികളെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള, നേരത്തെ പിണറായി വിജയന് സ്തുതിപാഠകരായിട്ട് നിൽക്കുന്ന ചില വൃന്ദം പോലീസുകാർ, അവർക്ക് ഒന്നും അറിയണ്ട, വെറുതെ സ്തുതി പാടി ഇങ്ങനെ നടന്നാൽ മാത്രം മതിയായിരുന്നു. അവരെ കൊണ്ട് പോലീസിന്റെ ജോലി എന്താണ് എന്ന് പഠിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട് വന്നിരുന്നല്ലോ. UDFന് 102 സീറ്റ് നേടി വിജയിച്ച ആ ഒരു ദിവസം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ദിവസം തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു എയർ ക്യാമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് കേക്ക് മുറിച്ചു UDF വിജയിച്ചതിൽ. അതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി പോയിരിക്കുന്നു. ഈ പോലീസുകാർക്കെതിരെ ചട്ടലംഘന പ്രകാരം നിയമം എടുക്കണം, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞു. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ആർക്കാണ് ഈ പോലീസുകാർക്കെതിരെ പരാതി കൊടുക്കാൻ ഇത്ര താല്പര്യം വെമ്പി നിൽക്കുന്നത്? അതായത് ആ പോലീസിലെ സംഘടനകളുണ്ട്, BJP അനുകൂല സംഘടനകളുണ്ട്, കോൺഗ്രസ് അനുകൂല സംഘടനകളുണ്ട്, CPM അനുകൂല സംഘടനകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് BJP അനുകൂല സംഘടനകളാണ് ഇപ്പോഴത്തെ CPMനെ ഭരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ CPM നയിക്കുന്ന സംഘടനാ സംവിധാനത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞ് കുറേ നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യം തന്നെ ചെയ്ത ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് പോലീസ് സംവിധാനത്തിൽ വലിയൊരു അഴിച്ചുപണി നടത്തുക എന്നത് തന്നെയായിരുന്നു. അത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു. ചില പോലീസ് വൃന്ദങ്ങൾ തങ്ങൾക്ക് മാത്രം എന്തോ വലിയ പ്രിവിലേജ് ഉണ്ട്, തങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു നടന്നിട്ടുള്ള ഒരു പറ്റം പോലീസുകാർക്ക് കിട്ടിയിട്ടുള്ള അടിയാണ് യഥാർത്ഥത്തിൽ ഈ വലിയ വിജയം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതാണ് താഴെ തട്ടുള്ള ഒരു കൂട്ടം പോലീസുകാർ കേക്ക് മുറിച്ച് ആഘോഷിച്ചത്. അതുമാത്രമല്ല, മറ്റൊരു കൂട്ടരുടെയും ഒരു അവസ്ഥ പരിതാപകരമാകുമല്ലോ. അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പഴയ ഗൺമാന്മാർ, അത് പണി വരുമല്ലോ. മുഖ്യമന്ത്രി ഏറ്റവും വലിയ സങ്കടം. ആദ്യത്തെ ക്യാബിനറ്റ് കൂടിയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് പണി വരുന്നുണ്ട്, അവറാച്ച നോക്കിയിരുന്നു, SIT ഞങ്ങൾ രൂപീകരിക്കുന്നുണ്ട്. ആ SIT രൂപീകരിച്ച പോലീസുകാരനെ പറ്റിയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അതെ ഷൗക്കത്ത് അലി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലം ഇപ്പോ ട്രാക്ക് റെക്കോർഡ് എടുത്തു നോക്കിയാൽ ട്രാക്ക് റെക്കോർഡിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കിയ വിഷയം എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരന്റെ അന്വേഷണമായിരുന്നു. TP ചന്ദ്രശേഖരന്റെ മരണം, 51 വെട്ടുവെട്ടി CPMകാര് കൊലപ്പെടുത്തിയ TP ചന്ദ്രശേഖരന്റെ മരണം അന്വേഷിച്ച് കണ്ടെത്താൻ വന്നൊരു പോലീസുകാരൻ
അപ്പൊ അദ്ദേഹത്തിന്റെ പഴയകാല വീഡിയോസ് ഒക്കെ നമ്മൾ ഇപ്പോ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്ന അദ്ദേഹം ട്രെൻഡിങ് ആണ്. എന്താണെങ്കിലും ഷൗക്കത്ത് അലിയെ പോലുള്ള ആളുകൾ വരുമ്പോൾ CPM-കാരൊന്നും ഭയക്കും. ഇനി എവിടെ കൊണ്ടുവന്ന് ഒളിപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലും ഇനി ഏത് മൂലയ്ക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഗൺമാനാക്കി നിർത്താൻ ഉദ്ദേശിച്ചെങ്കിലും പണി പൊക്കിയിരിക്കും. അതായത് ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് അദ്ദേഹത്തിന് ആ പത്രസമ്മേളനം ഓർമ്മ വന്നപ്പോ കണ്ടപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട് ബിലാൽ. ആ ബിലാൽ സിനിമയില് മമ്മൂട്ടി പറയുന്ന ഒരു വാചകമുണ്ട്, എവിടുന്നാണെങ്കിലും നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും നിന്നെ പൊക്കൂ എന്ന് പറഞ്ഞാൽ പൊക്കിയിരിക്കും. അപ്പൊ അതേ രീതിയിലാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എവിടെ നിന്നാണെങ്കിലും പണി വരുന്നുണ്ട്, ഞങ്ങൾ SIT രൂപീകരിക്കുന്നുണ്ട്, ആദ്യം തന്നെ ഇന്നയൊക്കെ പൂട്ടിച്ചിട്ടായിരിക്കും ഞങ്ങൾ ഈ ഭരണം തുടങ്ങാൻ പോകുന്നത്, ഞങ്ങളുടെ പിള്ളേരുടെ ചോരയ്ക്ക് കണക്ക് പറയാതെ ഞങ്ങൾ പോകില്ല. ഇത് തന്നെയായിരിക്കും ഇനിയും ഈ സംഘടനാ സംവിധാനത്തെയും ഈ സർക്കാർ സംവിധാനത്തെയും മുന്നോട്ട് ചലിപ്പിക്കാൻ പോകുന്നത്.